കേരളത്തിൽ CPIM-ന്റെ ജനപ്രിയത കുറഞ്ഞു വരുന്നു എന്നുള്ളത് മാത്രമല്ല, ബംഗാൾ മോഡലിലേക്ക്, ഒരുപക്ഷെ ത്രിപുര മോഡലിലേക്കൊക്കെ അധപ്പതിക്കുന്ന രീതിയിലൊക്കെ മാറും എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കപ്പെടുന്നതായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം എന്ന് ഇപ്പോൾ തന്നെ പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. കാരണം 20 ലോക്സഭാ സീറ്റുകളിൽ ഇവിടെ BJP CPIM അന്തർധാരയുണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അത് കൃത്യമായി തന്നെ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും അത് ക്രോസ് വോട്ടിങ്ങിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരമാവധി കളികൾ BJP-യും CPIM-ഉം തമ്മിൽ നടത്തിയിരിക്കുന്നു. തൃശ്ശൂരിലും തിരുവനന്തപുരത്തും നമുക്കറിയാം LDF-നെ സംബന്ധിച്ചിടത്തോളം CPI സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അവർക്ക് BJP-യിലേക്ക് വോട്ട് മറിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നു. അതുവഴി കേരളത്തിലെ അക്കൗണ്ട് തുറപ്പിക്കാനാണ് ശക്തമായിട്ടുള്ള ഒരു ശ്രമം. EP ജയരാജനും അതുപോലെ തന്നെ പ്രകാശ് ജാവദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച അതിന് തുടക്കം കുറിക്കുന്ന രീതിയായിരുന്നു എന്നുള്ളത് എല്ലാവരും വ്യക്തമാക്കിയ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും ഈ ഒരു കാര്യം ജനങ്ങളുടെ മനസ്സിലുണ്ട്. ജനങ്ങൾ ഇത് മറക്കുന്നില്ല. അതായത് ക്രിയാത്മക പ്രതിപക്ഷമായി BJP-യെ വരുത്താൻ CPIM തന്നെ കൃത്യമായി വെള്ളവും വളവും ഒഴിക്കുന്നു എന്നുള്ളത് സാരം. കൃത്യമായി BJP-യെ വളർത്തിയെടുക്കുന്നത് വഴി CPIM-ന് മാത്രമായിരിക്കും നഷ്ടമുണ്ടാവുക, കോൺഗ്രസിനായിരിക്കില്ല. ഈ സംസ്ഥാനത്തെ അല്ലെങ്കിൽ കേരള മതേതരത്വത്തെ തകർക്കാൻ CPIM BJP-യുമായി ഒത്താശ കളിച്ച് വലിയ രീതിയിൽ ജാതി രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയുള്ള CPIM-ൻ്റെ ശ്രമം നമുക്കറിയാം. CPIM കഴിഞ്ഞ തവണ ന്യൂനപക്ഷ പ്രീണനം നടത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയെന്നുള്ള വലിയ ആരോപണമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ CPIM ചെയ്യുന്നത് ജാതി രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ജാതി രാഷ്ട്രീയം CPIM കളിക്കുന്നത് അവരുടെ അപകടകരമായിട്ടുള്ള പരാജയത്തിലേക്ക് പോകും എന്നുള്ളത് വ്യക്തമാണ്. വോട്ട് ഷെയറിൽ 30% ഒരുപക്ഷെ അതിന് താഴെയോ CPIM അഥവാ LDF-ൻ്റെ വോട്ട് ഷെയർ മങ്ങലിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളുമാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിധി വരുമ്പോൾ കാണാൻ കഴിയുക എന്ന് അതിശക്തമായി നിരവധി ചാനൽ സർവേകൾ ആരോപിക്കുന്നുണ്ട്. അതൊരുപക്ഷെ രാഷ്ട്രീയപരമായി എത്രത്തോളം ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. ഒരു കാര്യം ഉറപ്പാണ്, CPIM-ൻ്റെ മുന്നേറ്റത്തെ സ്വയം തകർക്കുന്ന രീതിയിൽ തന്നെയാണ് പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ അവലംബനം. AK ബാലൻ പറഞ്ഞിരിക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവ് പോലും ഈ ലോകം സൃഷ്ടിച്ചിട്ട് വിശ്രമിച്ചു എന്നുള്ള രീതിയിലാണ്. അതായത് പിണറായി വിജയൻ്റെ വിദേശ യാത്രകളെ പറ്റി ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ പറയുന്ന, നിരുത്തരവാദിത്വപരമായി പറയുന്ന CPIM നേതാക്കൾ ഇനി ഒരുപക്ഷെ അവരുടെ ഔദ്യോഗിക ചിഹ്നം നഷ്ടപ്പെട്ടാൽ അത് ജനങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ പണിയായിരിക്കും എന്നുള്ളത് വ്യക്തമാണ്.